ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ നാമത്തിൽ ഇന്ന് വീണ്ടും നമ്മൾ സാധാരണ പഠിക്കുന്ന സബ്ജക്റ്റിൽ നിന്ന് അല്പമായിട്ടുള്ളൊരു ഡൈവേഷനിലേക്ക് കടന്ന്, എന്നാൽ നമ്മൾ വളരെ നാളുകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമാണ് ഇസൈക്കേൽ 38 ആൻഡ് ദ വേൾഡ് ടുഡേ എന്ന സബ്ജക്റ്റിലേക്ക് നമുക്ക് ഒരു പ്രാവശ്യം കൂടി കർത്താവ് നമ്മളെ അടുപ്പിക്കുന്ന ഓർത്തുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം. ഏകദേശം 60-ഓളം എപ്പിസോഡുകൾ ഈ വിഷയത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചില എപ്പിസോഡുകളൊക്കെ കൂട്ടിക്കൊണ്ട്, അതിൻ്റെ ആരംഭത്തിലുള്ള എപ്പിസോഡുകളൊക്കെ കൂട്ടിക്കൊണ്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഇസൈക്കേൽ പ്രവചന പുസ്തകം. നിങ്ങൾക്ക് ബോറടിക്കരുത്, ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ഇതിനോട്, അതായത് നമ്മുടെ ഒരുക്കത്തിന് ആവശ്യമായിട്ടുള്ള ചില സംഭവങ്ങൾ വേൾഡ് പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ വേൾഡ് എക്കണോമിക് കാര്യങ്ങളിലൊക്കെ സംഭവിക്കുമ്പോൾ അത് ദൈവവചനപ്രകാരമുള്ള ചില കാര്യങ്ങളായതുകൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്യാനാണ് ഞാൻ ഇടയ്ക്കായിക്കൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ഇസൈക്കേൽ പ്രവചന പുസ്തകം 38-ൻ്റെ 88 പറഞ്ഞിരിക്കുന്ന വിവരണങ്ങളും വേൾഡ് പൊളിറ്റിക്സും വേൾഡ് എക്കണോമിക് സ്റ്റാറ്റസൊക്കെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ചില വീഡിയോകൾ ഇറക്കുന്നത്. അത് ആരംഭത്തിൽ തുടങ്ങി തുടർച്ചയായിട്ട് കണ്ടുവരുന്നവർക്ക് ചിലപ്പം ബോറിങ് തോന്നിയാലും ചില പുതിയതായിട്ട് വരുന്നവർക്ക് വേണ്ടി അവരുടെ പ്രബോധനത്തിന് വേണ്ടിയായിട്ടും കൂടെ അല്പം ക്ഷമയോടെ കേൾക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-2 എപ്പിസോഡുകൾ ആദ്യമായിട്ട് ഇട്ടുകൊണ്ട്, അതായത് ഈ ഇസൈക്കേൽ പ്രവചനം 38-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിവരണങ്ങളിൽ ചില വംശങ്ങളുടെ ഗോത്രങ്ങളുടെ പേരുകളൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെ കടന്നു വന്നതിനെ കുറിച്ച് അല്പമായിട്ടൊരു പക്ഷേ നമുക്കൊക്കെ ചില ചിന്താഗതികളുണ്ടായിരിക്കും. എന്നിട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്കവിടെ വളരെ വ്യക്തമായിട്ട് അറിയാം. 9-ാം അധ്യായത്തിലാണല്ലോ നോഹയും കുടുംബത്തെയും ജലപ്രളയത്തിന് ശേഷം പുറത്തു കൊണ്ടുവരുന്നതും അവർക്ക് ദൈവം ആദാമിന് കൊടുത്തിരുന്ന അതേ അനുഗ്രഹങ്ങൾ വീണ്ടും റീസ്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നീതിമാന്മാർ എന്ന് കണ്ട 8 പേരെയാണ് ആ ജലപ്രളയത്തിൽ നിന്നും പെട്ടകത്തിൽ കൂടെ രക്ഷ പ്രാപിക്കാൻ കാരണമായി തീർന്നത്. അപ്പോൾ ആ പെട്ടകത്തിൻ്റെ വിഷയം, അതിൻ്റെ രക്ഷയുടെ വിഷയം, ആ ന്യായവിധിയുടെ വിഷയങ്ങളൊന്നും ഞാനിവിടെ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സമയച്ചൊരുവ് കൊണ്ട്. അതായത് ലോകത്തിൽ നടന്ന വലിയ ന്യായവിധികളിൽ അതിശ്രേഷ്ഠമായ ഒരു ന്യായവിധിയായിരുന്നു നോഹയുടെ സമയത്ത് നടന്നത്. ഭൂലോകത്തിൽ മുഴുവൻ ജനം പെരുകിയിരിക്കുന്ന സമയത്ത് 8 പേരൊഴികെ മറ്റെല്ലാവരും മേലും തന്നെ ദൈവത്തിൻ്റെ ന്യായവിധി കടന്നു വന്നത്. സ്തോത്രം. മറ്റൊന്നായിരുന്നു ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടിരുന്ന സമയത്ത് ചെങ്കടൽ കരയിൽ വെച്ച് നടന്നത്. അതിനൊക്കെ അതിഘോരമായൊരു ന്യായവിധിയാണ് കാൽവരി ക്രൂശിൽ നടന്നത്. സകല മാനവജാതിയും അനുഭവിക്കേണ്ട, നിത്യ യുഗങ്ങളായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന ആ വലിയ ശിക്ഷാവിധി ദൈവം തൻ്റെ പുത്രൻ്റെ മേൽ നൽകിക്കൊണ്ട് മാനവജാതിയെ, അവനെ വിശ്വസിക്കുന്ന ഏവരെയും രക്ഷിപ്പാനുള്ള, ആ സൗജന്യമായിട്ട് നീതീകരിക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രദർശനത്തെ വെളിപ്പെടുത്തിയത്. അതാണ് ഏറ്റവും ഘോരമായിട്ടുള്ള ന്യായവിധി ഭൂമി കണ്ടിട്ടുള്ളത്. ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കുന്നവരൊക്കെ ചിലപ്പോൾ സംശയം നോക്കും, ദൈവത്തിന് എങ്ങനെ പുത്രൻ ഉണ്ടാകുന്നതൊക്കെയും തന്നെ ഇതൊരു ബയോളജിക്കൽ റിലേഷൻ അല്ല. നമ്മൾ ഹ്യൂമാനിറ്റിയിലൊക്കെയും പുത്രൻ എന്ന് പറയുമ്പോൾ, മാതാപിതാക്കൾ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബയോളജിക്കൽ റിലേഷൻ നമ്മളെടുത്ത് കരുതുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പേരുകളോ പദവികളോ ഒക്കെ തന്നെ ഓഫീസുകളാണ്. മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, യേശു ക്രിസ്തു, കർത്താവ്, വീരാം ദൈവം, അത്ഭുത മന്ത്രി, നിത്യപിതാവ്, ഇമ്മാനുവേൽ, ഇങ്ങനെയെല്ലാം പറയുന്നത് ഓഫീസുകളാണ്. അതുപോലെ പരിശുദ്ധാത്മാവിന് ഓഫീസുകളുണ്ട്. നമ്മൾ യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൽ വായിക്കുന്നത് യഹോവയുടെ ആത്മാവ്, അത്യുന്നതൻ്റെ ആത്മാവ്, പുത്രത്തിൻ്റെ ആത്മാവ്, യേശുവിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, അത്ഭുത പ്രവർത്തികൾ ചെയ്യുന്ന ആത്മാവ്, ഇങ്ങനെയുള്ളതൊക്കെ ഓഫീസുകളാണ്, ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റികളല്ല. അത് ശരിക്കും ആദ്യമായിട്ടൊന്നും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നോഹയുടെ കാലശേഷം 3 പുത്രന്മാർക്കുണ്ടായിരുന്ന മക്കളെക്കുറിച്ച് ഒന്ന് കാര്യം പറയുന്നത്. ആദ്യത്തെ മൂത്ത മകൻ്റെ പേരായിരുന്നു യാഫെത്ത്. ഇത് ശരിക്കും ഞാൻ ചില കാര്യങ്ങളൊന്നും വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പലർക്കും പല കൺഫ്യൂഷൻസ് ഉള്ളതൊന്ന് മാറ്റിയെടുക്കാൻ. ഇപ്പോൾ ലൈവായിട്ട് കേൾക്കുന്നവർക്ക് അത്രയില്ലെങ്കിൽ തന്നെയും യൂട്യൂബിൽ കൂടെ കേൾക്കുന്നവർ, ആദ്യം പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. യാഫെത്തിൻ്റെ പുത്രന്മാർ ഗോമെർ, മാഗോഗ്, മദ്ദായി, യവാൻ, തൂബൽ, മേശക്ക്. ഈ പേരുകളൊക്കെ തന്നെയാണ് ഇസൈക്കേൽ പ്രവചന പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗോഗ്, മാഗോഗ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇവരുടെ പുത്രന്മാർക്ക് ഈ പേരുകളിൽ നിന്നും ഗോത്രങ്ങൾക്കായിട്ടുള്ള പേരുകൾ കടന്നു വന്നു. ഗോമേരിൻ്റെ പുത്രന്മാർ, അവിടുത്തെ താഴ്ത്ത് വായിക്കുമ്പോൾ യാവൻ അത് വായിട്ടപ്പെട്ട്
ഹാമിന്റെ പുത്രന്മാര്, രണ്ടാമത്തെ മകനാണ് ഹാമിന്റെ പുത്രന്മാര്. കൂശ്, മിസ്രൈം, കൂശ് എന്ന് പറഞ്ഞാൽ എത്യോപ്യ, മിസ്രൈം എന്ന് പറഞ്ഞാൽ ഈജിപ്റ്റ്, പൂത്ത് ഇവിടെ ലിബിയ, അതുപോലെ കാനാൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിരിക്കുന്ന ദേശങ്ങളൊക്കെയും. കൂശിന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് വരുമ്പോൾ ഇനി ഷേമിന്റെ പുത്രന്മാര്, ഷേമിന്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പദാഷ്, ലൂദ്, അരാം. അപ്പൊ ഇവര് 3 പേരിൽ നിന്നാണ് ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന സകല മാനവജാതിയും ഉളവായത്. ഓക്കെ, ഇതിന് ആദ്യത്തെ 1-2 എപ്പിസോഡുകൾ വളരെ വിവരിച്ചിട്ടുള്ളതായത് കൊണ്ട് ഇവിടെ ഞാൻ അതിന് വിവരിക്കാൻ സമയമെടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇവർ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മൈഗ്രേഷന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടോ? മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യമാണല്ലോ വെള്ളം. സിവിലൈസേഷനിലൊക്കെ നോക്കുമ്പോൾ വെള്ളമുള്ള സ്ഥലത്ത് കൂടിയാണ് ഈ മൈഗ്രേഷൻസ് നടക്കുന്നത്. നമുക്ക് കോമൺ ആയിട്ട് ചിന്തിക്കാവുന്നത്. അപ്പോൾ ഈ റെഡ് സീയുടെ കര പറ്റിക്കൊണ്ടും അതുപോലെ തന്നെ അറേബ്യൻ പെനിൻസുല ആ കര പറ്റിയും കൊണ്ടുമാണ് ഈ മൈഗ്രേഷൻസ് എല്ലാം നടന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ റഷ്യ എങ്ങനെയാണ് ഇവിടെ വന്ന്, റഷ്യയുടെ ഉള്ളിൽ നിന്നുള്ള ആൾക്കാർ എവിടെ നിന്ന് വന്നിട്ടുള്ളവരാണ്, അതുപോലെ ഇറാനിലുള്ള ആൾക്കാർ എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്, കാനാൻ ദേശത്ത് ഇപ്പോൾ ഇസ്രായേലായിരിക്കുന്ന ആൾക്കാർ എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ അല്പമായിട്ട് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. ഈ ഇറാനും അതുപോലെ തന്നെ റഷ്യ, ടർക്കി ഇവരൊക്കെ വന്നിട്ടുള്ളത് ഒന്നാമത്തെ മകനായിരിക്കുന്ന യാഫത്തിൽ വന്നിട്ടുള്ളതാണ്. ഈ ഈജിപ്തിൻ്റെ സൈഡ്, എത്യോപ്യ ഈ സൈഡിലൊക്കെ തന്നെ ഹാമിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അതേപോലെ എന്നാൽ കാനാൻ, അതായത് ഇസ്രായേലിൽ നിന്നായിരിക്കുന്ന സ്ഥലം ഷേമിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് അല്പമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇറാൻ്റെ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇറാനെ കുറിച്ചുള്ള ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്നതും അതും ബൈബിളുമായിട്ട് അല്ലെങ്കിൽ ഈ പ്രവചനം എസെക്കിയേൽ പ്രവചനത്തിൻ്റെ 38-ാം അധ്യായത്തിലെ വിവരങ്ങളുമായിട്ട് എന്താ റിലേഷൻ ഉള്ളതൊന്ന്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴേ നിങ്ങൾക്ക് ഇന്ന് പലർക്കും ഈ ഇസ്രായേലിനോട് പല പല മെസ്സേജുകളും പല പല യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പല മെസ്സേജുകൾ കേട്ടിട്ട് പലരും സ്പിരിച്വലായിട്ട് കറപ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവദാസന്മാരുടെ ചർച്ചുമായിട്ടുള്ള ബന്ധത്തിലായിക്കോട്ടെ, വേൾഡുമായിട്ടുള്ള ബന്ധത്തിൽ, മാനവജാതിയുമായിട്ടുള്ള ബന്ധത്തിലായിക്കോട്ടെ, മനുഷ്യനെ സത്യം പറഞ്ഞ് പ്രബോധിപ്പിച്ചുകൊണ്ട് ഉണർത്തി അവർ ദൈവമായിട്ട് റീകൺസൈൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഡ്യൂട്ടിയാണ്. വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ക്രിസ്തു വെളിപ്പെട്ടതും. അവൻ്റെ അഭിഷക്തരായ ദൈവദാസന്മാരുടെ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ് മാനവജാതിയോട് സത്യം വെളിപ്പെടുത്തി കൊടുത്ത് അവരെ ദൈവമായിട്ട് നിരപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്യുക. അതിനുവേണ്ടിയുള്ള അഭിഷേകത്തോടു കൂടിയാണ് ഞങ്ങളിതൊക്കെ സംസാരിക്കുന്നത്. നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ള മാപ്പ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ആ കാലത്ത്, അതായത് AD 630 തുടങ്ങി 650, 607 കാലഘട്ടത്തിലുണ്ടായ ചെറിയൊരു മാറ്റത്തെക്കുറിച്ച് ഞാൻ അല്പമായിട്ട് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമുക്ക് എൻ്റെ ടോപ്പ് ലെഫ്റ്റ് സൈഡിലെ മാപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബൈസാൻഡിയൻ എംപയർ, ഞാൻ ഒരു ക്ലാസ് പ്രത്യേകമായിട്ട് ഈ എംപയറുകൾ എങ്ങനെയൊക്കെ വന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ഇപ്പുറത്ത് സസാനിയൻ എംപയർ, ഇത് അവിടുത്തെ നാറ്റീവ് ആൾക്കാരായി. ഇന്ന് ഇറാൻ ആയിരിക്കുന്ന സ്ഥലത്ത് സസാനിയൻ എംപയർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നാറ്റീവ് ആൾക്കാരായിരുന്നു. എന്നാൽ ഈ അറേബ്യൻ പെനിൻസുലയിൽ ഉണ്ടായിരിക്കുന്ന, സൗദി അറേബ്യയാണ് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ളത്. ഈ ഗ്രീൻ കളറിൽ കാണുന്നത് റഷീദിയൻ ഖലീഫേറ്റ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പ്രൊഫറ്റായിരിക്കുന്ന മുഹമ്മദിന് ശേഷം ഉമായത്തും അതുപോലെ തന്നെ അബ്ബാസിസും തമ്മിൽ ഒരു 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് ഞാൻ ഇവിടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാം. ആർ ദി ഫൗണ്ടേഷൻസ് ഓഫ് ഇസ്ലാം ഫാക്ച്വൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 12 എപ്പിസോഡുകളുണ്ട്. അതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഉത്ഭവം, എങ്ങനെയാണ് ഖുറാൻ്റെ ഉത്ഭവം, എങ്ങനെയാണ് മുഹമ്മദിൻ്റെ ഉത്ഭവം, എങ്ങനെയാണ് ഇതിൻ്റെ സകല ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ ബൈബിളിക്കലായിട്ടും
എന്നാൽ ബൈബിളിലെ എഗൈൻസ്റ്റ് ആയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഉത്ഭവം എന്താണ്, ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, ഇതിൻ്റെ വിഷൻ എന്താണെന്ന് കുറിച്ചൊക്കെയും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ താഴെ കൊടുക്കാം. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ടുള്ളവർക്ക് തന്നെയും കാരണം ഇതിൻ്റെ സ്പിരിച്വൽ ഓപ്പറേഷൻ മനസ്സിലാക്കിക്കൊണ്ട് കൂടെയാണ് ഞാൻ ഈ ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്കിട്ടൊന്ന് റിവൈവ് ചെയ്യുന്നത്. പലരും അറിയാതെ സ്പിരിച്വലിൽ സ്ലിപ്പായി പോകുന്നുണ്ട്. ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്പിരിറ്റ് വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചില ഹ്യൂമാനിറ്റി, ചില ഒരു മനുഷ്യരല്ലയോ, അവരോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെയാണോ എന്നൊക്കെ തോന്നിയപ്പോൾ അതിൽ കൂടെ ചില സ്പിരിറ്റുകൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കടക്കും. അപ്പോൾ ഇതിൻ്റെ ചില ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടും അതേസമയത്ത് ചില റിലീജിയസ് സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഒന്ന് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചാലും വളരെ പ്രാർത്ഥനയോടെ ഇരുന്നാലും നിങ്ങൾക്ക് ഉറക്കം വരാതെ കാണാൻ പറ്റുകയുള്ളൂ, കേൾക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ കാണുന്ന ഈ മാപ്പിൽ ഈ ഒരു റെഡ് ലൈൻ കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലെ മാപ്പിൽ ഈ റെഡ് ലൈൻ കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും തന്നെ ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളതാണ്. ഞാൻ ഇസ്ലാമിന് വിരുദ്ധമല്ല, ആദ്യമേ മനസ്സിലാക്കുക. ഞാൻ ഇസ്ലാമിലുള്ള കുറവുകളെ വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതിനകത്ത് നല്ല മനുഷ്യരാണുള്ളത്. ഒരു മതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കാൻ തയ്യാറുള്ള നല്ല മനുഷ്യരാണ്. ക്രിസ്ത്യൻഡത്തിൽ അങ്ങനെയില്ല. അപ്പോൾ അവരെ സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ മാർഗമെന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതേ സമയത്ത് വ്യാജമായ നോഷൻസ് കൊണ്ട് മനുഷ്യരെ വഞ്ചിക്കുകയും അതേ സമയത്ത് ശരി നിൽക്കുന്നവരെ സ്ലിപ്പാക്കുന്നതൊക്കെ ശ്രമിക്കുമ്പോൾ ഇത് ദൈവദാസന്മാരെ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് അസത്യത്തിനെതിരായി സത്യത്തിൻ്റെ വാളെടുത്ത് പോരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ പേർഷ്യൻ എംപയർ ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അവരുടെ ഒരു ഹിസ്റ്ററിയെ കുറിച്ച് ഞാൻ പറയുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഈ പിങ്ക് കളറിൽ കാണുമല്ലോ, അവിടുത്തെ നാറ്റീവ് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ഒരു എംപയർ ആയിരുന്നു സസാനിയൻ എംപയർ എന്ന് പറയുന്നത്. സസാനിയൻ എംപയർ AD 224 തുടങ്ങി 651 വരെ ഉണ്ടായിരുന്നു. 651 ശേഷമാണ് ഈ റഷീദിയൻ ഖലീഫേറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ രണ്ട് വിഭാഗങ്ങളായിരുന്നു, ഉമായദും അതുപോലെ തന്നെ അബ്ബാസിഡ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഫൗണ്ടേഷൻസ് ഓഫ് ഇസ്ലാം ഫാക്ചർ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു 12 എപ്പിസോഡ് കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റി ഉമാദിസ് ആരാണ്, അബ്ബാസിൻസ് ആരാണ്, ഇവർ തമ്മിലുണ്ടായിരുന്ന ഇന്റേണൽ വാൾസ് എന്തിനു വേണ്ടിയായിരുന്നു, എങ്ങനെയാണ് ഇന്ന് ഈ മക്ക മദീന ഉത്ഭവമായത്, എങ്ങനെയാണ് രഹസ്യമായിട്ട് ഈ അബ്ബാസിൻസ് വേൾഡിനെ കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ AD 661 തുടങ്ങി AD 750 വരെ ഈ ഇറാനെ ഭരിച്ചിരുന്നത് ഉമായിസ് ആണ്. അതിനുശേഷം അബ്ബാസിൻസ് 750 തുടങ്ങി 1258 വരേക്കും AD 1250 വരേക്കും വളരെ ശക്തമായ ഭരണം നടന്നിരുന്നു. അതിനുശേഷം അവിടുത്തെ റീജിയണൽ, അതായത് സയൻസിൽ ഉണ്ടായിരുന്ന ചില ഗോത്രങ്ങളൊക്കെ തന്നെ ചെറിയ കാലഘട്ടങ്ങളിലൊക്കെ ഭരണം നടന്നിരുന്നു. അതിൻ്റെ ഡൈനാസിറ്റികൾ ഉണ്ടായിരുന്നു. അങ്ങനെ പറയുന്ന സമയത്താണ് ക്വച്ചാർ ഡൈനാസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് 1794 തുടങ്ങി 1925 വരെ വാണിരുന്നത്. അതിനുശേഷമാണ് ഈ ഷാ പൽഹവി, അവിടെയാണ് ഒരു ഡിക്റ്റേറ്റർഷിപ്പ് പോലുള്ള ഒരു ഭരണം നടന്നിരുന്നു. എന്നാൽ ഈ സമയത്ത്, അതായത് ഈ ഖലീഫേറ്റ് അല്ലെങ്കിൽ ഈ ഇസ്ലാമിൻ്റെ ഐഡിയോളജി ഫോളോ ചെയ്തിരുന്ന പണ്ഡിതന്മാർ വേണ്ടത്ര ഉണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ആയത്തുള്ള റുഹോല ഖൊമൈനി എന്ന് പറയുന്നത്. ആയത്തുള്ള റുഹോല ഖൊമൈനി, അതിനെക്കുറിച്ച് അല്പമായിട്ട് ഞാൻ പറയാം. ആ ഡൈനാസ്റ്റി വന്നിരിക്കുന്നത് 1979 തുടങ്ങി ഇന്ന് വരേക്കും അത് ഭരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇറാനെ ഭരിക്കുന്ന, നിങ്ങൾക്കിപ്പോൾ ഈ വാറിൻ്റെ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ പലർക്കും പല കൺഫ്യൂഷനുണ്ട്. എന്തിനാണ് ഇറാനെ, എങ്ങനെയാണ് ഇറാൻ, എന്തിനാണ് IRGC എന്താണ്, ഇറാൻ്റെ ആക്ച്വൽ പൊളിറ്റിക്കൽ ബ്യൂറോ എന്താണ്, IRGC എന്താണ്, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇവർ തമ്മിലുള്ള വിഘടിപ്പ് എന്താണ്, അവിടെ എന്താ നടക്കുന്നത്, എന്തിനാണ് അവിടുത്തെ ഇന്നസെൻ്റ് ആൾക്കാരെ കൊല്ലുന്നത്, ഈ കാര്യങ്ങൾ അല്പമായിട്ടൊന്ന് മനസ്സിലാക്കണം. ഇതും നമ്മളുമായിട്ടുള്ള ബന്ധമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ ഷാ പൽഹവിയുടെ ഭരണം, അതായത് 1925 തുടങ്ങി 1979 വരെ നടക്കുന്നതിനിടയ്ക്ക് ഈ ആയത്തുള്ള റുഹുല്ല ഖൊമൈനി 1964 നവംബർ 4 അവിടുന്ന് പുറത്താക്കപ്പെട്ട് അല്ലെങ്കിൽ രാജ്യം വിട്ട് പോകേണ്ടി വന്നു. ആദ്യം ഒരു ടർക്കിയിലും കുറച്ച് നാളും, അതിനുശേഷം 14 വർഷത്തോളം ഇറാഖിലും അതിനുശേഷം ഫ്രാൻസിലുമായിരുന്നു അഭയം നേടിയിരുന്നത്. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ഈ ഷാ പല്ലവിയുടെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള പ്ലാനുകളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. 1978 അവിടെ ഒരു ഇന്റേണൽ വാർ നടക്കത്തക്ക വേണം
പ്രശ്നങ്ങൾ കടന്നു വരുന്ന സമയത്ത് ഈ ഷാ പൽഹവി അവിടുത്തെ പ്രൈം മിനിസ്റ്റർ, ഒരു ഗവൺമെൻറ് ഫോം ചെയ്ത് പ്രൈം മിനിസ്റ്ററെ ഭരണമേൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് നാട് കടക്കുകയായിരുന്നു. എന്നാൽ ആ ഭരണകൂടത്തെ, പ്രൈം മിനിസ്റ്റർ അധികാരമേറ്റുകൊണ്ട് ഭരണം നടത്തിയ ആ ഭരണകൂടത്തെ അട്ടിമറിക്കത്തക്കോണം അമേരിക്കയുടെ CIA-യും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെ രഹസ്യ ചാർട്ടർ കൂടെ തന്നെ വളരെ ശക്തമായ പ്രവർത്തനം നടത്തി. ആ സമയത്ത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഈ ആയത്തുള്ള റുഹുള്ള ഖൊമൈനി വളരെ ശക്തമായ ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട്, അതായത് ഇന്ത്യയിലെ ആൾക്കാരെ ഇളക്കി വിട്ടുകൊണ്ട് ഈ ഭരണകൂടത്തിനെതിരായിട്ട് ശക്തമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇൻറ്റേർണൽ വാറുകൾ പോലെ ഉണ്ടായിരുന്നു, വലിയ വലിയ മാസ് പ്രൊട്ടക്ഷൻസ് ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഫെബ്രുവരി 1979 വീണ്ടും ഭരണത്തെ പിടിച്ചെടുത്തുകൊണ്ട് തിരിച്ചു വരുന്നത്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എൻ്റെ ക്രോണോളജി എന്ന് പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി, ഇസ്ലാമിൻ്റെ ഐഡിയോളജി അവിടെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ശരിയ ലോ ഇംപ്ലിമെൻ്റ് ചെയ്തതും അതിനുശേഷം ഇതിനെ ഫോളോ ചെയ്യാത്ത ആൾക്കാരെ കൊന്നുകൊടുക്കുക എന്നുള്ളത്, അതായത് അൺബിലീവേഴ്സിന്, ഖുറാനിലല്ലാത്ത പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാത്തവരെ കൊന്നുകൊടുക്കുക എന്നുള്ളതും അതിൻ്റെ ഒരു തിയറിയാണ്, അതിൻ്റെ ഒരു പോളിസിയാണ്. ഓക്കെ, അങ്ങനെ അതിൻ്റെ മിലിറ്ററി ആക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ഈ IRGC എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം തന്നെ എന്താ? ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പലർക്കും ഇതിൻ്റെ ആക്ച്വലി നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾക്ക് വെറുതെ ചില സ്പിരിറ്റുകളൊക്കെ വന്നാൽ ചില വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ അറിയാതൊരു സിമ്പതി അങ്ങ് കടന്നു വരും. ഈ സ്പിരിച്വൽ വാർഫെയർ അല്ലെങ്കിൽ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ ശരിക്കും മനസ്സിലാക്കാത്തവർക്ക് ഇത് എവിടെ നിന്ന് എൻ്റെ ഉള്ളിൽ ചിന്താഗതി വരുന്നത്, എന്തുകൊണ്ട് എനിക്ക് അങ്ങോട്ടൊരു ചായ്വ് തോന്നുന്നത്, എന്തുകൊണ്ട് ഇങ്ങോട്ടൊരു ചായ്വ് തോന്നുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഡ്യൂട്ടിയാണ് ദേവദാസന്മാരെ സത്യവചനം, സത്യം ഗ്രഹിപ്പിച്ചുകൊണ്ട് ജനത്തെ റിലീസ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാണ്. ദൈവത്തിൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയുമാണ്. അന്യായമായിട്ടുള്ള ഉപദേശങ്ങളോ അന്യായമായിട്ടുള്ള പ്രവൃത്തികൾ കൂടെയൊക്കെയും നിങ്ങൾ പല രീതിയിൽ ശത്രു ബന്ധിക്കാൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ശത്രുവിൻ്റെ പക്ഷത്താക്കാൻ നോക്കുമ്പോൾ, ദൈവദാസന്മാർ അത് ആത്മാവിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം പ്രബോധനങ്ങളും പ്രസംഗങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നത്. നിങ്ങൾക്ക് റിസീവ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവിടെ ഇറാനിൽ ഒരു ജനറൽ ആർമി ഉള്ള സമയത്ത് തന്നെ ഈ ആയത്തുള്ള റുഹുള്ള ഖൊമൈനിയുടെ ഐഡിയോളജിയെ സ്പ്രെഡ് ചെയ്യാത്തക്ക വേണം ഫോം ചെയ്ത ഒരു മിലിറ്ററി ഗ്രൂപ്പാണ് ഈ IRGC എന്ന് പറയുന്നത്, ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സ്. അതിൻ്റെ ലക്ഷ്യ പേരും തന്നെ നിങ്ങൾക്കറിയാം, ഇസ്ലാമിക് റവല്യൂഷൻ ഭൂലോകത്തെല്ലായിടത്തും നടത്തുക. ഇതിൻ്റെ പ്രവർത്തിക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഈ റഹുള്ള എന്ന് പറഞ്ഞ, റുഹുള്ള എന്നതിൻ്റെ മീനിങ് തന്നെ റോ, അറബിക്കിൽ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിറ്റ് എന്നാണ്. അള്ള എന്ന് പറഞ്ഞ അറബിക്കിൽ നിങ്ങൾക്കറിയാം ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ സ്പിരിറ്റ്. ആയത്തുള്ള എന്ന് പറഞ്ഞ, ആയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറാക്കിൾ അല്ലെങ്കിൽ സൈൻ, അള്ളയുടെ ഒരു സൈൻ. അപ്പോൾ ആയത്തുള്ള, നിങ്ങളറിയാം ആയത്തുള്ള അലി ഖൊമൈനി, അതങ്ങനെ പറഞ്ഞ 12ാമത്തെ ഈ ഖൊമൈനിയായിട്ട് വരുന്ന അല്ലെങ്കിൽ ആയത്തുള്ളായിട്ട് വരുന്നവനാണ് ഈ മത്തി, വെള്ളക്കുതിര പുറത്ത് വരുന്ന, അവരെ രക്ഷിക്കത്തക്കോണം ശാശ്വത രാജാവായിട്ട് വരുന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഖുറാനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് ഞാൻ ഇവിടെ ഇത്രയും ഈ ക്രോണോളജി പറയാൻ കാരണം, ഇന്നത്തെ ഇറാനിലെ പൊളിറ്റിക്കൽ ബ്യൂറോ ഒന്നാണ്, ഈ IRGC ഒന്ന് വേറെയാണ്. ഇപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് വേൾഡ് ന്യൂസുകൾ നല്ല ചാനലിൽ കൂടെ കേൾക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സമയം വൈകിട്ട് ഒരു 7:15 തുടങ്ങി അമേരിക്കയിൽ തുടർന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ശക്തമായ മീറ്റിംഗ് നടക്കുകയായിരുന്നു, പ്രസ് കോൺഫറൻസ് നടക്കുകയായിരുന്നു. അതായത് ഏകദേശം 17 യുദ്ധ കപ്പലുകളും ലക്ഷക്കണക്കിന് അമേരിക്കൻ ആർമിയെയും അതേപോലെ ആ യുദ്ധക്കപ്പലോട് ചേർന്നിട്ടുള്ളതായിട്ടുള്ള ഫ്ലൈറ്റുകളും ഇന്നേ വരെ 2003 ഇറാഖിനെതിരായിട്ടുള്ള വാറിനകത്ത് 23 ദിവസത്തെ വാറുണ്ടായിരുന്നുള്ളൂ. ഇറാഖ് എന്ന് പറഞ്ഞാൽ ഇറാനോട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു സ്ഥലമാണ്. ഇറാഖ് എന്ന് പറയുമ്പോൾ ഇറാനോട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു സ്ഥലമാണ്.
പക്ഷെ ഇറാൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു രാജ്യമാണ്. നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ കാണുന്നതായിരിക്കും, കിട്ടുന്ന റിസോഴ്സിൻ്റെ ഹൈ റിച്ച് LPG ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്, ക്രൂഡ് ഓയിൽ, ഇതുപോലെയുള്ള ഹൈ പെട്രോളിയം പ്രൊഡക്ട്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇറാൻ എന്ന് പറയുന്നത്. അതായത് ഈ പെർഷ്യൻ ഗൾഫിൻ്റെ അതുപോലെ തന്നെ ഈ റെഡ് സീയുടെ ഇരു കരയിലും വളരെയധികം ഫോസിൽ ഫ്യൂവൽസ് കിട്ടുന്ന സ്ഥലമാണ്. അവിടെയാണല്ലോ ഈ കുവൈറ്റ് തുടങ്ങി താഴോട്ട് വരുമ്പോൾ ഒമാൻ വരെയുള്ള സ്ഥലങ്ങൾ കിടക്കുന്നത്. അതിപ്പോൾ ഇക്കരക്കര ഈ സൈഡിൽ എന്ന് പറയുമ്പോൾ റെഡ് സീയുടെ സൈഡിൽ സൗദി അറേബ്യ, ഇവിടെയൊക്കെ ഹൈ റിച്ച് ഓയിലുള്ള സ്ഥലങ്ങളാണ്. വേൾഡിൻ്റെ എക്കണോമിയെ നിയന്ത്രിക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇതിൽ കിട്ടുന്ന ഇൻകമിൻ്റെ 14% മാത്രമേ ഇത് റിഫൈൻ ചെയ്യുന്ന കമ്പനികൾക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി ഇൻകം മുഴുവനും, അതായത് ഒരു ദിവസത്തെ ഒരു പോട്ടിൽ നിന്ന് കിട്ടുന്ന, അതായത് ഈ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ കൂടെ കടന്നു പോകുന്ന വേൾഡിലേക്ക് പോകുന്ന 20% എനർജിയുടെ ഡെയിലി ഇൻകം എന്ന് പറഞ്ഞത് $500 മില്യൺ ആണ്. അതിൻ്റെ ഒരു കാര്യം മാത്രം എടുത്താൽ അതിൻ്റെ 40.5% മാത്രമേ അവിടുത്തെ എക്സ്പ്ലോറിംഗ് കമ്പനികൾക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി മുഴുവനും പോകുന്നത് IRGCക്ക്. അവിടുത്തെ ജനം ഇന്നും പട്ടിണിയിലാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാട്ടർ, ഇറിഗേഷൻ, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി, ഈ കാര്യങ്ങൾക്കൊന്നും പണം മുടങ്ങുന്നില്ല. എന്നാൽ മറ്റു മുഴുവൻ പണം മുടക്കുന്നത് ആറ്റോമിക് എനർജിക്ക് വേണ്ടി, മിസൈൽസിന് വേണ്ടി, ലോങ് റേഞ്ച് മിസൈൽസിന് വേണ്ടി, ക്രൂസ് മിസൈൽസിന് വേണ്ടി, ബലാസ്റ്റിക് മിസൈൽസിന് വേണ്ടി. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ IRGC അല്ലെങ്കിൽ ഈ അയത്തുള്ള കൊമേനികളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വേൾഡിനെ ഇസ്ലാമൈസ് ചെയ്യുക. ശരിക്കും മനസ്സിലാക്കണം. ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു കൺട്രിയാണ് വേൾഡിലുള്ളത്, ഇസ്രായേൽ. കാരണം ഇസ്രായേലിന് അവരുടെ ദൗത്യം അറിയാം. ഇസ്രായേലിനെ മാത്രം തുടച്ചു മാറ്റുക എന്നുള്ളതല്ല ഈ IRGCയുടെയും അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ആയത്തുള്ള കമ്പനികളുടെ ലക്ഷ്യം. വേൾഡ് പോപ്പുലേഷന് മുഴുവനും അതിനോട് എതിർത്ത് നിൽക്കുന്നത് ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുവാൻ അമേരിക്ക നിൽക്കുന്നു. ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഓരോ ദിവസം ആയിരക്കണക്കിന്, ചിലപ്പോൾ 10,000 കൊലപാതകം നടക്കുന്നുണ്ട് ഇസ്ലാമിക് റെവല്യൂഷന് വേണ്ടിയിട്ട്. ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടെ എതിർക്കാൻ അവയ്ക്ക് കഴിവില്ല. കൂടുതൽ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യൻസ് തന്നെയാണ്. എന്നാൽ ഇസ്രായേൽ ശക്തമായി എതിർക്കുന്നത് കൊണ്ട് വേൾഡ് വൈസ് ന്യൂസ് ആകുന്നു. ഓക്കെ, ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ ഇസ്ലാമിൻ്റെ അവരുടെ തത്വങ്ങൾ എന്താണ്, അവരുടെ ഐഡിയോളജി എന്താണെന്നതിനെ കുറിച്ച് ഇവിടെ വിവരിക്കാൻ സമയമില്ല. ഈ 12 എപ്പിസോഡുകൾ ഞാൻ ലിങ്ക് കൊടുത്തിരിക്കുന്നതിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് വേൾഡിൽ ഇസ്ലാം എന്ന റിലീജിയൻ വന്നത്, ഇതിൻ്റെ പുറകെയുള്ള ഹിസ്റ്ററി എന്താണ്, ട്രൂത്ത് എന്താണ്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഗ്ലോബൽ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത്. ഗ്ലോബലായിട്ട് എങ്ങനെയാണ് ഇസ്ലാമിക് റെവല്യൂഷൻ നടത്തുവാനുള്ള പ്ലാൻ എന്നതിനെ കുറിച്ച് കൊണ്ട് ഒരു ചെറിയ വിവരണമാണ്. ഇതെല്ലാം ഞാൻ സ്വയമായിട്ടുണ്ടാക്കിയതല്ല. എൻസൈക്ലോപീഡിയകളിൽ നിന്നും വിക്കിപീഡിയകളിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡായിട്ട് വേൾഡ് അംഗീകരിക്കുന്ന പല പുസ്തകങ്ങളിൽ നിന്നും എൻസൈക്ലോപീഡിയകളിൽ നിന്നുള്ള ന്യൂസാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. വേൾഡ് വൈസ് ആയിട്ട് ഇസ്ലാം റിവല്യൂഷൻ നടത്തിയെടുക്കുക, ഇതാണ് ഇതിൻ്റെ ഐഡിയോളജി. എന്നാൽ ഈ ഒരു കാര്യത്തിൽ 1-2 കോൺട്രവേഴ്സികൾ ബൈബിളിക്കലായിട്ട് ചിന്തിക്കുക. ഇനിയാണ് സ്പിരിച്വൽ കാര്യത്തിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഇസ്ലാം ഐഡിയോളജിയെ വേൾഡ് വൈസ് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അതിൻ്റെ നേതാവായിട്ട് ഒരു വേർഡ് അവർ യൂസ് ചെയ്യുന്നതുണ്ട്, വെലായത്ത് എൽ ഫത്തീഖ് എന്ന് പറയുന്ന ഗാർഡിയൻ ഓഫ് ദ ഇസ്ലാമിക് ജൂറിസ്റ്റ്. അതായത് വേൾഡിൻ്റെ ഈ ആയത്തുള്ളമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേൾഡിൻ്റെ പോപ്പുലേഷൻ്റെ ഗാർഡിയനായിട്ട് ഒരു ഉന്നത പദവിയായിട്ട് ദൈവം അവർക്ക് കൊടുത്തു. അത് പറഞ്ഞ റുഹുള്ള, ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ, അല്ലെങ്കിൽ ആയത്തുള്ള, ദൈവത്തിൻ്റെ മിറാക്കിൾസ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൈൻ കൊണ്ടുപോയി നടക്കുന്നവൻ എന്ന അർത്ഥത്തിലുള്ള പേരുകൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലീഡർഷിപ്പിക്കുന്ന ഈ ആയത്തുള്ളമാരെന്ന് പറഞ്ഞാൽ വേൾഡ് പോപ്പുലേഷൻ്റെ ഗാർഡിയനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഐഡിയോളജിയിൽ ഒരു പേരാണ് ഉപയോഗിക്കുന്നത്. വെലായത്ത് ഫക്കീഖ് എന്ന് പറഞ്ഞൊരു വേർഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അറബിക് വേർഡാണിത്, ഇത് വേർഡ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ആ ഐഡിയോളജി എങ്ങനെയിലായിട്ട് അതിനെക്കുറിച്ച് നമുക്ക് വിവരണം വേണമെങ്കിൽ, എന്നാൽ ബിബ്ലിക്കലായിട്ട് കോൺട്രവേഴ്സി എന്ന 1-2 കാര്യങ്ങൾ അധികമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, അവരുടെ ഖുറാനകത്ത് സൂറ 4:157 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്
യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല. അവനെ പോലെ പകരക്കാരൊരാളെ ഉണ്ടാക്കിയിട്ട് അവനെയാണ് ക്രൂശിച്ചത്. ഇവിടെയാണ് ഈ ബാഡ് അല്ലെങ്കിൽ ഈ ഫൂളിഷ് ഐഡിയോളജിനെ ബ്രേക്ക് ചെയ്യാതൊക്കെ വേണം ഞാൻ എപ്പോഴും ശബ്ദമുയർത്തുന്നത്. ഏദൻ തോട്ടത്തിലെ സംഭവങ്ങളൊക്കെ തന്നെ ഖുർആനിലും വിവരിച്ചിട്ടുണ്ട്, ബൈബിളിലും വിവരിച്ചിട്ടുണ്ട്. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തുവെന്നും ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കിയെന്നും ബൈബിളിലും വിവരിച്ചിട്ടുണ്ട്, ഖുർആനിലും വിവരിച്ചിട്ടുണ്ട്. ബൈബിളിൽ അവരെ ഏദൻ തോട്ടത്തിൽ പുറത്താക്കി ദൈവം തന്നെ അവർക്ക് ഒരു കോട്ട് കൊടുത്ത് മൃഗത്തെ തോലെടുത്തുകൊണ്ട് അവരെ ധരിപ്പിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അവരെ എന്നാൽ ഖുറാനിൽ അവരെ പുറത്താക്കിയപ്പോൾ ഒരാള് ഇന്ത്യയുടെ ഒരു ഭാഗത്ത് കടന്ന് വീണുവെന്നും ഒരാൾ മക്ക മദീനയുടെ ഭാഗത്ത് വീണു. ഇവർ രണ്ടുപേരും കൂടെ നാളുകളെ വർഷങ്ങളോളം കരഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ കാണുവാൻ ആഗ്രഹിച്ച് നടന്നു. അതിനെ ചത്തി കടന്ന് ഒരു സ്ഥലത്താണ് കണ്ടുമുട്ടുന്നത്. അതിന് ആ ഒരു മലയുടെ പേരുണ്ട്, ഞാനിപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. മൗണ്ട് അറാഫത്ത് എന്ന് പറയുന്ന സ്ഥലം, അവിടെ കണ്ടുമുട്ടി എന്നാണ് പറയുന്നത്. പോട്ടെ, നമുക്ക് വിഷയമല്ല. ഞാൻ പറയുന്നത് മാനവജാതിയിൽ കടന്നു വന്ന പാപത്തിന് ഒരു പ്രായശ്ചിത്തം നടത്താതെ, ശ്രദ്ധിച്ച് കേൾക്കണം, നല്ല മലയാളത്തിലാണ് ഞാൻ പറയുന്നത്. ഏദൻ തോട്ടത്തിൽ മാനവജാതിയുടെ ഉള്ളിൽ കടന്നു വന്ന പാപത്തിന് ഒരു പ്രായശ്ചിത്തം നടത്താതെ ദൈവം ആ മനുഷ്യനോട് പാപം ക്ഷമിച്ചാൽ, റിപ്പന്റൻസ് കൊണ്ടോ ഏറ്റുപറഞ്ഞുകൊണ്ടോ ക്ഷമിച്ചാൽ, ആ ദൈവത്തിന്റെ രാജ്യം പിന്നെ നിലനിൽക്കുമോ? നമുക്ക് ശരിക്കായിട്ട് മനസ്സിലാക്കണം. പാപത്തിന്റെ ശിക്ഷ നടപ്പിലാക്കാതെ പാപം ചെയ്യുന്ന ദേഹി മരിക്കണം എന്നാണ് ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടത്. ഈ ശിക്ഷ നടപ്പിലാക്കാതെ ദൈവം ജസ്റ്റ് ഒരു റിപ്പന്റൻസ് കൊണ്ടോ അല്ലെങ്കിൽ കർമ്മ പ്രവർത്തികൾ കൊണ്ടോ ദൈവം മനുഷ്യന്റെ പാപത്തെ ക്ഷമിച്ചാൽ ആ ദൈവത്തിന് പിന്നെ ദൈവമായിരിക്കുവാനുള്ള യോഗ്യതയുണ്ടോ? ഏതൊരു റിലീജിയൻ ആകട്ടെ, ഏത് മതവിഭാഗങ്ങളാകട്ടെ, ഈവൻ പെന്തിക്കോസ്റ്റത്തിന്റെ വ്യാജ ഡോക്ട്രിൻസ് ആയിക്കോട്ടെ, ഞാൻ എൻ്റെ ഇന്റലക്റ്റോട് ചോദിക്കുകയാണ്. ഞാൻ ബൈബിളായിട്ട് പറയല്ല ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നത്. ഒരു റിപ്പന്റ്, അതായത് ശിക്ഷാവിധി നടപ്പിലാക്കാതെ, തന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള ശിക്ഷാവിധി നടപ്പിലാക്കാതെ ദൈവം ജസ്റ്റ് മിയർ റിപ്പന്റൻസ് കൊണ്ടോ ഏതെങ്കിലും കർമ്മ പ്രവൃത്തികൾ കൊണ്ടോ മനുഷ്യന്റെ പാപത്തെ ക്ഷമിച്ചാൽ ആ ദൈവം മാറ്റമുള്ളവനായി പിന്നെ അവന് ദൈവമായിരിക്കാനുള്ള യോഗ്യതയില്ല. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തത്തിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ദൈവം തന്നെ, ഈ സൃഷ്ടിതാവായ ദൈവം തന്നെ, അവിടെ ഖുർആനിനകത്ത് തന്നെ മോശയ്ക്ക് വെളിപ്പെട്ട കാര്യം പറയുന്നുണ്ട്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു കളയുക. ആ ഭൂമി വിശുദ്ധ ഭൂമിയാകണമെങ്കിൽ അവിടെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി, അവിടെ മോശയോട് സംസാരിക്കുന്ന ആ അദൃശ്യ ശക്തി ഹോളി ആയിരിക്കണം. അല്ലാത്തുള്ള ഭൂമി ഹോളി ആവുന്നില്ല. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു കളയുക എന്ന് ഖുർആനിൽ പറയുന്ന കാര്യമാണ്. അവിടെ മോശ ചോദിക്കുമ്പോൾ നിന്റെ പേരെന്തെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന പേരാണ് യാഗ്വേ. പിൽക്കാലത്ത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, 10 കൽപ്പനകൾ കൊടുക്കുന്ന സമയത്ത് നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാവെടുക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് ട്രാൻസ്ക്രിപ്ഷൻസ്, അതായത് സ്ക്രൈബ്സ് ഈ കമാൻഡ്മെന്റിനെ ഓർത്തുകൊണ്ട് ഈ യഹോവ എന്നുള്ള സ്ഥലങ്ങളിലൊക്കെയും ഇംഗ്ലീഷിൽ ലോർഡ് LORD എന്നാക്കി. ഇവിടെയാണ് വലിയൊരു അബദ്ധം പറ്റിയത്. നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ LORD എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് റീപ്ലേസ് ചെയ്യുക യാഗ്വേ എന്ന് റീപ്ലേസ് ചെയ്ത് വായിക്കുക. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഐ ആം എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് മലയാളത്തിൽ പറയുക ഞാനാകുന്നവൻ, ഞാനാകുന്നവൻ. ഇതേ യാഗ്വേ തന്നെയാണ് മറിയയുടെ ഉദരത്തിൽ ഉരുവായത്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. ഇതിന് തക്കതായ പ്രൂഫാണ് കയ്യഫാവിന്റെ അടുത്ത് യേശു നിൽക്കുമ്പോൾ നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ മലയാളത്തിൽ ഞാനാകുന്നു, ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ആം, ഹീബ്രുവിലാണെങ്കിൽ യാഗ്വേ എന്ന് എഴുതേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് മുൾപടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടവൻ തന്നെയാണ്
ഈ യേശു എന്നും അവൻ തന്നെയാണ് മാനവജാതിയുടെ പാപത്തിന്റെ ശിക്ഷ വഹിച്ചുകൊണ്ട് തന്നെ സ്വമേധയ കാൽവരിയുടെ യാഗപീഠത്തിലേക്ക് ക്രൂശിലേക്ക് നടന്നു കയറുന്നത്. ആ ക്രൂശിലെ പ്രവൃത്തി അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അത് കള്ളം പറയുന്നതിന് സാത്താനല്ലാതെ മറ്റാരാണ്? സാത്താനെ കുറിച്ച് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്താ? അവൻ കള്ളനും കള്ളത്തിന്റെ പിതാവുമാണെന്ന്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം മനസ്സിലാകുന്നു. കോൺട്രവേഴ്സി വിത്ത് ബൈബിൾ അല്ലെങ്കിൽ ആ ഇസ്ലാമിക് ഐഡിയോളജിയെ വേൾഡ് വൈഡ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഈ ബൈബിളിലോ അല്ലെങ്കിൽ മാനവജാതിക്ക് വേണ്ടി ദൈവത്തിൽ ഏറ്റവും ക്രീം ആയിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. There must be one atonement. അറ്റോൺമെന്റ് കൂടാതെ ദൈവം മനുഷ്യന്റെ പാപത്തെ ക്ഷമിച്ചാൽ ഒരു ഫ്രീ മോറൽ ആയിരിക്കുന്ന നിനക്ക് ആ ദൈവത്തെ ശിക്ഷ വിധിക്കാനുള്ള അധികാരമുണ്ട്. മനുഷ്യ നീ മനസ്സിലാക്കണം. നിന്നെ ദൈവത്തിന് ശിക്ഷിക്കാമെങ്കിൽ ദൈവം തന്റെ മൊഴിയിൽ നിന്ന്, തന്റെ കൽപ്പനയിൽ നിന്ന്, തന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായ വചനത്തിന് മാറ്റം വരുത്തിയാൽ മനുഷ്യരായി നിനക്ക് ആ ദൈവത്തെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തിലാണ് ഞാൻ ഈ അള്ള എന്ന ശക്തിയെ ശിക്ഷിക്കുന്നത്. ദൈവമല്ലാതെ മാനവജാതിയുടെ പാപത്തിന്റെ ശിക്ഷ ദൈവത്തിന് അകന്നുപോയ മനുഷ്യജാതിയെ ദൈവത്തോട് നിരപ്പിക്കുവാൻ കടന്നു വന്ന ഏക മധ്യസ്ഥനായി ക്രിസ്തുവിന് പകരം വേറെ മധ്യസ്ഥന്മാരോ മധ്യസ്ഥകളോ എന്ന് പേരെടുത്തുകൊണ്ട് ഇന്ന് കേരളത്തിൽ ആയിരക്കണക്കിന് മധ്യസ്ഥകളുണ്ട്, ജീവിച്ചിരിക്കുന്ന മധ്യസ്ഥകളുണ്ട്. ഇവരെ ശിക്ഷ വിധിപ്പാനുള്ള അധികാരം മനുഷ്യനായ നിനക്കുണ്ട്. നീ ഒരു വിശ്വാസിയാകണമെന്നില്ല, നീ ഒരു പാസ്റ്റർ ആകണമെന്നില്ല, നീ രക്ഷിക്കപ്പെടണമെന്നാണ് ആഗ്രഹമില്ല. നീ ഒരു മനുഷ്യരായിരിക്കുന്നിടത്തോളം നിന്റെ സൃഷ്ടിച്ചവനായ ദൈവമാണ് നിന്റെ പാപത്തിന് ശിക്ഷ വഹിപ്പാൻ തന്നെ മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട അതേ യാഹ്വേ തന്നെയാണ് മറിയയുടെ ഉദരത്തിൽ ഉരുവായതും 33 തിരുവയസ്സ് ഈ ഭൂമി ജീവിച്ചതോ നിന്റെ പാപത്തിന് ശിക്ഷയ്ക്ക് പരിഹാരമായിക്കൊണ്ട് മഹാപുരോഹിതന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വെളിപ്പെടുത്തുന്നത് I am യാഹ്വേ, ഞാനാകുന്നു. ഇനി അതിന്റെ എവിഡൻസ് ആയിട്ട് പറയുന്നത് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ ആ ഓഫീസാണ്. മാനവജാതിയുടെ പാപത്തിന് ശിക്ഷയ്ക്ക് പരിഹാരമായിട്ട് വെളിപ്പെട്ടവൻ മനുഷ്യപുത്രൻ, മനുഷ്യനായി വെളിപ്പെട്ടവൻ. ബയോളജിക്കൽ റിലേഷൻ അല്ല. സ്തോത്രം. ആ മനുഷ്യപുത്രൻ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആകാശമേഘങ്ങളിൽ കൂടെ കടന്നു വരുന്നവൻ. ഇത് യഹൂദന്മാർക്ക് വളരെ നന്നായിട്ട് അറിയാം. അതേപോലെ തന്നെ 110-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് യഹോവ എന്റെ കർത്താവ് യഹോവന്റെ വലത്തുഭാഗത്തിരിക്കും, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കോളാം, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. ഈ 2 പ്രവചനങ്ങൾ ജ്യൂസ് വളരെ മുറുകെ പിടിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞപ്പോൾ മനുഷ്യപുത്രൻ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളുടെ വരുന്ന നിങ്ങൾ കാണുമെന്ന് പറഞ്ഞ് മഹാപുരോഹിതൻ വസ്ത്രം കീറുന്നത്. ഈ മഗ്നി ഇവര് പറഞ്ഞ 12-ാമത്തെ ആയത്തുള്ള വരുന്ന പറയുന്നത് വെള്ളക്കുതിര പരത്ത് പറയും ഇതെല്ലാം കോപ്പി അടിക്കലുകളാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് വളരെ വ്യക്തമായിട്ട് നല്ല റെഫറൻസുകളോടുകൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ 12 എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു ദൈവദാസൻ എന്റെ ഒരു ഉത്തരവാദിത്തമാണ്, ദൈവം ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമാണ്. മനുഷ്യർ വിശ്വാസിയായാലും അവിശ്വാസിയായാലും ക്രിസ്ത്യാനിയായാലും മറ്റു മതവിസ്തരായിരുന്നാലും ഒരു മനുഷ്യനാണോ ആ മനുഷ്യന് വേണ്ടി പ്രായശ്ചിത്തമായിട്ട് ഒരുവനുണ്ട്. ആ മനുഷ്യൻ ഈ ശരീരത്തിലായിരിക്കുന്നിടത്തോളം വല്ലവിധേനയും യേശു ക്രിസ്തു മുഖാന്തരം അവന് ദൈവത്തോട് നിരപ്പിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പരമോന്നതമായ ലക്ഷ്യം. അതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു കണ്ടീഷനാണ് അറ്റോൺമെന്റ്. ഇത് മനുഷ്യന് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ള ഒരു കമനന്റ് ആണ്. ഈ തെറ്റിപ്പോയ മനുഷ്യജാതിയെ വീണ്ടെടുക്കാൻ ആവശ്യമായ പ്രായശ്ചിത്തം നടത്തിക്കൊണ്ട് പാപത്തിന് ശിക്ഷ വിധിച്ചേ മതിയാകുള്ളൂ. പാപത്തിന് ഇളവ് ചെയ്യുവാനോ ആ ശിക്ഷ മാറ്റുവാനോ ദൈവത്തിന് സാധ്യമല്ല. മാറ്റിയാൽ പിന്നെ ദൈവമല്ല. നിങ്ങൾക്ക് അല്പമായിട്ട് കഠിനവാക്കായിട്ട് തോന്നും, പെന്തിക്കോസ്തുകാർക്ക് പോലെ കഠിനമായിട്ടായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആരും ഇത്തരം മെസ്സേജുകൾ കാണുന്നില്ല. കണ്ടാൽ തന്നെ വല്ലവരും രക്ഷിക്കപ്പെടട്ടെ എന്നോത്തുകൊണ്ട് അവർക്കൊന്നും അയച്ചു കൊടുക്കുന്നുമില്ല. ഞാനിത് ലൈക്ക് ചോദിക്കാനോ സബ്സ്ക്രിപ്ഷൻ ചോദിക്കാനോ എൻ്റെ പണിയല്ല. I am doing the job of, I am doing the duty of Lord Jesus Christ. അപ്പൊ പരമ ഉന്നതമായ ഒരു കാര്യമാണ് ദൈവം നടത്തിയെടുത്തത്. പാപത്തിന്റെ ശിക്ഷ തന്റെ ഓമന പുത്രന്റെ മേൽ പകർന്നു. കോടി കണക്കിന് വരുന്ന മനുഷ്യര് യുഗായുഗങ്ങൾ നരകത്തിൽ വെന്തേരിയതിന് പകരം തന്റെ പുത്രൻ, ഓമന പുത്രൻ, ഏകജാതൻ, തന്നോട് കൂടെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളായവൻ. ഹല്ലേലൂയ.
അവൻ തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് പാപമില്ലാത്തവനായി ജീവിച്ച് ന്യായ പ്രമാണത്തിന് കീഴിൽ ലോയ്ക്ക് കീഴിലുള്ളവനായിട്ട് ഡിവൈൻ ലോയ്ക്ക് കീഴിലുള്ളവനായിട്ട് ജീവിച്ച് എന്നിട്ടും ഓഫേഴ്സ് ഒന്നും ചെയ്യാതെ മരണത്തിന് അർഹനല്ലാവൻ ആ മാനവജാതിയുടെ ശിക്ഷ തന്റെ മേൽ സ്വമേധയെ ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പകരക്കാരായി തീർന്നു. ഇതാണ് സുവിശേഷത്തിന്റെ ഉന്നതം. അതാണ് ക്രിസ്തുവിന്റെ മഹോന്നത പ്രവൃത്തി. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ഞങ്ങൾ ഉയർത്തുന്നത്. ഫൂളിഷായിരിക്കുന്ന ഐഡിയോളജി കൊണ്ട് മാനവജാതി മുഴുവനും ലോകത്ത് മുഴുവനും ഭരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഐഡിയോളജി സ്പ്രെഡ് ചെയ്യുവാൻ തക്കവണ്ണം ഒരു ആർമി ഉണ്ടാക്കി ദൈവത്തിന്റെ പ്രവർത്തിച്ചിരിക്കുന്ന സമ്പത്ത് കൊണ്ട് അതിനാവശ്യമുള്ള ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കരേറാണ്. അതിനെ ഡിഫെൻഡ് ചെയ്ത് ഇസ്രായേലിനെ നേരെ എതിർത്ത് പറയുകയാണ് മനുഷ്യരെ കൊല്ലുന്നതാ, കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്. ഞാൻ പലരുടെ വായിന്നും കേട്ടിട്ടുള്ളതാണ്. ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ICJ ഇവരൊക്കെ തന്നെ എതിർ ക്രിസ്തുവിന്റെ ആത്മാവിനെ ഇൻഫ്ലുവൻസ്ഡായി. അനേക യൂറോപ്യൻ കൺട്രികളെ ഇൻഫ്ലുവൻസ്ഡായി. ഇതിനോട് എതിർത്ത് നിൽക്കുന്ന ഒരേ ഒരു കൂട്ടരാണ് ദൈവസഭ. ഇതുവരെ തണുക്കുന്നവൻ ഇവിടെ നിന്ന് പോകണം, പിന്നെ അറിയാൻ സാധിക്കുന്നതാണെന്ന്. അതാ ദൈവസഭയുടെ ഉത്തരവാദിത്വം. ഇത് തടുക്കുന്നതാണ് ഇത്തരം മെസ്സേജുകൾ കൂടെ. നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിൽ കടന്നു വന്ന് എന്തിനാ ഈ പാവം ആൾക്കാരെ കൊല്ലുന്നത്, എന്തിനാ ഇസ്രായേൽ ഇത്രയും ബോംബുകൾ ഇട്ടത്? ഇസ്രായേൽ അവിടുത്തെ ജനത്തെയല്ല ഉപദ്രവിച്ചത്. ഈ സമ്പത്ത് കൊണ്ട് മാനവജാതി മുഴുവൻ കൊന്നൊടുക്കത്തക്ക വേണം. ഈ ഫൂളിഷ് ഐഡിയോളജിക്ക് വേണ്ടിയിട്ട് മാനവജാതി മുഴുവൻ കൊന്നൊടുക്കത്തക്ക വേണം ശേഖരിക്കുന്ന ആയുധവർഗങ്ങളെയാണ് നശിപ്പിക്കുന്നത്, അതിന്റെ റിസോഴ്സുകളെയാണ് നശിപ്പിക്കുന്നത്. അവർക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനമുള്ള തലമുറകൾക്ക് വേണ്ടിയാണ്. സ്തോത്രം. പിന്നത്തുള്ള കണ്ടീഷൻസ് ഒക്കെ വേറെ. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ടീഷനാണ് അറ്റോൺമെന്റ്. അതാണ് യേശുവിനെ മരിച്ചവരെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് പരസ്യമായി ദൈവം നിർത്തുന്നത്. അവന് വിശ്വസിക്കുന്നവനെ സൗജന്യമായിട്ട് നീതീകരിക്കാം. ഇത് ക്രിസ്ത്യാനികളുടെ ഉപദേശമല്ല, മാനവജാതിക്ക് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന ഫ്രീ ജസ്റ്റിഫിക്കേഷൻ ആണ് വിളിച്ചു പറയുന്നത്. യേശു ഒരു മതം സ്ഥാപിക്കാൻ വന്നവരല്ല, ക്രിസ്ത്യാനികളുടെ ദൈവമല്ല യേശു. ഈ സകല മാനവജാതിയുടെയും സൃഷ്ടിതാവാണ്. അതാണ് ഞാൻ എപ്പിസോഡ് ആരംഭത്തിൽ നോഹയുടെ 3 പുത്രന്മാരിൽ നിന്ന് തുടങ്ങിയത്. സ്തോത്രം. ഒരു ഐഡിയോളജി പ്രസംഗിക്കാനോ അത് സ്ഥാപിച്ചെടുക്കാനോ പണമോ പ്രസംഗങ്ങളോ എല്ലാം ഡിസെപ്ഷൻ വേണം. ഇത് പെന്തക്കോസ്തിൽ തന്നെയുണ്ട്. 99% അതാണ്. അതാണ് വെളിപ്പാട് പുസ്തകം പറഞ്ഞിരിക്കുന്നത്. മർമ്മം മഗ്ദിയ ബാബിലോൺ, അവൾക്ക് വേണ്ടത്ര വേശ്യാപുത്രിമാരുണ്ട്. ഏക സത്യ ദൈവത്തിൽ നിന്ന് മാനവജാതി അകറ്റിക്കളയുന്ന സ്പിരിച്വൽ ഫോർണിക്കേഷൻ നടത്തിക്കുന്ന മതങ്ങൾ, ഇവരെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആന്റി ക്രൈസ്റ്റിനെ കൊണ്ട് ഇവരെല്ലാം കൊന്നുകിടക്കുന്നത്. അർമ്മഗദോൻ യുദ്ധം ഇതിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്. ഇനി ഇപ്പോഴത്തെ റിയൽ അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അതായത് ബൈബിളിക്കലായിട്ട് ഇപ്പോൾ നടക്കുന്ന ഈ വേൾഡ് പൊളിറ്റിക്സും ബൈബിൾ തമ്മിൽ എഗ്രി ചെയ്ത ചില കാര്യങ്ങൾ. അതായത് അവിടെ പറഞ്ഞിരിക്കുന്നത് റഷ്യയോട് പറയുകയാണ്, അല്ലെങ്കിൽ ഗോഗ് മാഗോഗിനോട് പറയുകയാണ്, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയിലെ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെയും ഒട്ടൊഴിയാതെ വാടും പരിചയം പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെയും അവരോടുകൂടെ ഒട്ടൊഴിയാത്ത പരിചയം തലക്കൊരിയും ധരിച്ച പാർസികൾ, ദാറ്റ് ഈസ് ഇറാൻ, കൂഷ്യർ, എത്യോപ്യർ ആരുടെ മക്കളാണെന്ന് നിങ്ങൾക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 10-ാം അധ്യായം എന്ന് വെച്ച് പറയാൻ സാധിക്കും. പൂത്യർ, ലിബിയ, ഗോമർ, അതാണ് ഈസ്റ്റേൺ ഇസ്രായേലിന്റെ ഈസ്റ്റേൺ സൈഡ്, നോർത്തേൺ സൈഡിലുള്ളവര്, യാഫത്തിന്റെ പുത്രന്മാര്, അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേറ്റത്തുള്ള തോഗർമാഹും ടർക്കി, അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, ഇങ്ങനെ പല ജാതികൾ നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ഈ വാക്ക് ശ്രദ്ധിക്കണം, പുറപ്പെടുവാർമാറാക്കും. ആരാ ചെയ്തത്? ദൈവം തന്നെ, ഈ യാഹ്വേ തന്നെ. നിങ്ങൾക്ക് ബൈബിളൊക്കെ വായിക്കുമ്പോൾ പിതാവായ ദൈവം വേറൊരു പേഴ്സണാലിറ്റി, യേശു ക്രിസ്തു വേറൊരു പേഴ്സണാലിറ്റി, പരിശുദ്ധാത്മ വേറെ പേഴ്സണാലിറ്റി എന്ന ചിന്താഗതി വരും. ഇതൊക്കെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ടാണ് പിതാവായ ദൈവം വലിയവനാണ് എന്ന് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്തുകൊണ്ട് ഇവർ തന്ത്രപൂർവം അബ്രാഹാമിന്റെ കാര്യങ്ങളും
ഇസ്മായേലിന്റെ കാര്യങ്ങളും മോശയുടെ കാര്യങ്ങളും കുറച്ചൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് മാനവജാതി വലിയവനായ യേശുക്രിസ്തുവിനേക്കാൾ വലിയവനായ ഒരു ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ നോക്കുന്നത്. പുത്രനെ കൂടാതെ ഒരു റീകൺസിലിയേഷൻ സാധ്യമല്ല. ശരിക്കും മനസ്സിലാക്കണം. ഒരു അറ്റോൺമെന്റ് കൂടാതെ, അവങ്ങളുടെ വിശ്വാസം കൂടാതെ, ആരെങ്കിലും യേശു ക്രിസ്തുവിനെ കൂടാതെ, പുത്രനെ കൂടാതെ പിതാവിലേക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ ദൈവത്തിന്റെ ക്രോധമാണ് അവനെ വസിക്കുന്നത്. ദൈവത്തിന്റെ ക്രോധത്തെ മാറ്റാൻ സാധ്യമല്ല. ഡിവൈൻ ജസ്റ്റിസിന്റെ പ്രിൻസിപ്പിൾ ആണത്. പാപം ചെയ്തവനെ ശിക്ഷിക്കണം. ആ ക്രോധമാണ് ദൈവം ക്രൂശിൽ തന്റെ പുത്രന്റെ മേൽ പകർന്നത്, അവന്റെ പാപഹേതുവായിട്ടല്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ നടക്കുന്ന വേൾഡ് പൊളിറ്റിക്സും ഈ എസെക്കിയേൽ 38 പറഞ്ഞിരിക്കുന്ന ഈ കാര്യം, ദൈവം തന്നെ റഷ്യയെ മൂക്കിൽ താടിയിൽ ചൂണ്ടൽ കൊളുത്തി ഇത്തരം ആൾക്കാരുമായിട്ട് കൂട്ടി വരുത്തും. അതായത് പറഞ്ഞ ഈ ഒരു കോalition ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്. ഈ 3 മാപ്പുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും റൈറ്റ് സൈഡിൽ കാണിക്കുന്ന മാപ്പുകൾ ഇതാണ് എൻ്റെ പ്ലാന്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മാപ്പുകൾ രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ റെഡ് സീയുടെയും അതുപോലെ തന്നെ ഈ അറേബ്യൻ ഗൾഫ്, ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതിന്റെ ഇരുകരയിലുമാണ് വേൾഡ് റിസോഴ്സുള്ള ഏറ്റവും എനർജിയുടെ സോഴ്സ് ആയിരിക്കുന്ന ക്രൂഡ് ഓയിൽ ഉള്ളതും നാച്ചുറൽ ഗ്യാസും ഉള്ളത്. ഇതിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള രണ്ട് പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ബാബ് അൽ മന്ദബ് എന്ന് പറയുന്നതും ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്നതും. മറ്റൊന്ന് സൂയസ് കനാല്. ഈജിപ്റ്റ് ഒരു കനാൽ ഉണ്ടാക്കി അതുവഴിക്കും യൂറോപ്യൻ സൈഡിലേക്ക് പോകാത്തൊക്കെ വേണം അവരത് ടോൾ പിരിക്കുന്നുണ്ട്. ഇത് രണ്ടും എന്ന് പറയുന്നത് സൂയസ് കനാൽ എന്ന് പറയുന്നത് ഈജിപ്റ്റ് പണം മുടക്കി ഉണ്ടാക്കിയത് കൊണ്ടാണ് അതിന് അവർ ടോൾ പിരിക്കുന്നത്. അവിടെ നാഷണൽ ഹൈവേയിൽ വണ്ടി ഓടിക്കണം, കാർ ഓടിക്കണമെങ്കിലോ നമുക്ക് ടോൾ കൊടുക്കണം. കാരണം എന്താ, അത് പൈസ മുടക്കി ഉണ്ടാക്കിയതാ, അതിന് റിക്കവർ ചെയ്യണം. അതേപോലെ ഈജിപ്റ്റ് ഗവൺമെന്റ് പണം മുടക്കി ഉണ്ടാക്കിയതാണ് സൂയസ് കനാൽ എന്ന് പറയുന്നത്, അതുകൊണ്ട് അവർ ടോൾ പിരിക്കുന്നു. ഈ രണ്ട് ഔട്ട്ലെറ്റ്, അതായത് ബാബ് അൽ മന്ദബും സ്ട്രേറ്റ് ഓഫ് ഹോർമസും എന്ന് പറയുന്നത് നാച്ചുറലായിട്ട് സൃഷ്ടിയിലുള്ളതാണത്. അതായത് ഈ സൈഡിലേക്കും ഇന്ത്യ, ചൈന, അതുപോലെ തന്നെ ഈ ഈസ്റ്റ് വെസ്റ്റ് ഏരിയകളിലേക്കുള്ള ഈ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ, അത് വേൾഡ് എനർജിയുടെ 20% പോകുന്നതും ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ കൂടെയാണ്. ഇതിന് രണ്ടിനെ ഉപരോധിക്കത്തക്കവിടെ നേരത്തെ ഈ ഇസ്ലാമിക് റെവല്യൂഷന്റെ ഐഡിയയിലാണ് ഈ ക്രീം കളർ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്, യമനെ കൊണ്ടുവന്ന് ഈ ബാബൽ മന്ദബിന്റെ അടുത്ത് ഫിനാൻസ് ചെയ്തും ആംസ് ചെയ്തും വെച്ചിരിക്കുന്നത്. ഇതിന് തക്കവണ്ണം പ്രോക്സികൾ നിങ്ങൾക്ക് ഈ ഗാസയുടെ വാറിനെ കുറിച്ച് കേട്ടപ്പോഴൊക്കെ അറിയാൻ സാധിക്കും ഇറാന്റെ പ്രോക്സികൾ ആരൊക്കെയാണെന്ന്. ഇത് വേൾഡ് വൈഡ് ആയിട്ടുണ്ട്. പല രാജ്യങ്ങളിലൊക്കെ പൊളിറ്റിക്കൽ സമ്മർദ്ദം കൊണ്ട് സൈലന്റ് ആയിട്ടിരിക്കുന്നു, ഇന്ത്യ അടക്കം. ഞാൻ പച്ചയായിട്ട് പറയാ, എന്നാൽ ഒരു അവസരം കിട്ടിയതെല്ലാം തലപൊക്കും. കാരണം ഇതിന്റെ ഐഡിയോളജി അങ്ങനെയാണ്, ഫിനാൻസിങ് ഇങ്ങനെയാണ്. ഇതിന് രണ്ടിനെ ഉപരോധിച്ചുകൊണ്ട് ഇറാൻ വേൾഡ് പോപ്പുലേഷനെ സമ്മർദ്ദത്തിലിട്ടുകൊണ്ട് ഈ ഐഡിയോളജിയെ സ്പ്രെഡ് ചെയ്യുവാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുന്ന ഇസ്രായേലിനെയും അമേരിക്കനും വറുതിയിൽ കൊണ്ടുവരാനുള്ള ഒരു വ്യാജ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതില് ബിബ്ലിക്കലായിട്ട് അല്പം ജയിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ത്യൻ സമയം വൈകിട്ട് 7:15 തുടങ്ങി അമേരിക്ക നടക്കുന്ന മീറ്റിംഗ്, അതായത് അമേരിക്കയുടെ നേവൽ ഫോഴ്സിന് നല്ലൊരു എമൗണ്ട് നേവൽ ഫോഴ്സിനെ ഈ രണ്ട് ലൊക്കേഷനിലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇറാന് ഒരു കോംപ്രമൈസിലേക്ക് കൊണ്ടുവരുവാനൊക്കെ വേണം അവർ പല നെഗോസിയേഷനിലും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടി കൊണ്ടുപോവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റുമാരിൽ ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റിനെയോ അമേരിക്കയോ ഇസ്രായേലിയോ ഒന്നും സപ്പോർട്ട് ചെയ്തല്ല സംസാരിക്കുന്നത്. ഞാൻ ഈ റോങ് ഐഡിയോളജി കൊണ്ട് മാനവജാതിയെ നശിപ്പിച്ച് കളയുന്നതിന് അഗേൻസ്റ്റാണ് സംസാരിക്കുന്നത്. അതേപോലെ ദൈവത്തിന്റെ പ്ലാൻ മനുഷ്യന് വേണ്ടി, ക്രിസ്ത്യാനിക്ക് വേണ്ടി എന്നല്ല, മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിന്റെ പ്ലാൻ. നിങ്ങളുടെ ഇന്റലക്ട്, ഞാൻ വചനമൊന്നും പറഞ്ഞില്ല, നിങ്ങളുടെ ഇന്റലക്റ്റിന് നിരക്കുന്ന വിധത്തിൽ ഒരു അറ്റോൺമെന്റ് കൂടാതെ ദൈവത്തിന് പാപം ക്ഷമിക്കുവാൻ സാധ്യമല്ല. ആ അറ്റോൺമെന്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ബൈബിൾക്ക് വേഴ്സസ് ഒന്നും ഉപയോഗിച്ചില്ല. ഒരു അറ്റോൺമെന്റ് കൂടാതെ മനുഷ്യന്റെ പാപത്തെ ക്ഷമിപ്പാൻ ദൈവത്തിന് സാധ്യമല്ല. അങ്ങനെ ഏതെങ്കിലും റിലീജിയൻ ഒരു ദൈവത്തെ അവതരിപ്പിച്ച ആ ദൈവത്തെ ശിക്ഷ വിധിപ്പാൻ അധികാരം സാധാരണ മനുഷ്യരായി നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ബിക്കോസ് യു ആർ എ മോറൽ ഏജന്റ്. നിങ്ങൾ തെറ്റ് ചെയ്താൽ ഡിവൈൻ ജസ്റ്റിസ്, ഡിവൈൻ ഗവൺമെന്റ് നിങ്ങളെ ശിക്ഷ വിധിക്കുന്നുവെങ്കിൽ
അതേ ദൈവം, ആ ദൈവം അതേ ലോക്കുള്ളിലാണ്. നിങ്ങളായിരിക്കുന്ന ലോയുടെ ഉള്ളിൽ തന്നെയാണ് ദൈവമുള്ളത്. ആ ദൈവം തെറ്റിച്ച് ആ ദൈവത്തെ ശിക്ഷ വിധിപ്പാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. വിശ്വാസികൾക്ക് ഇത് കഠിനവാക്കായിട്ട് തോന്നി, ഇതൊക്കെ എന്ത് ഫൂളിഷ്നെസ് ആയി പറഞ്ഞു. ദൈവത്തെ മനുഷ്യൻ ശിക്ഷ വിധിക്കുമോ? ഈ ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഈ അറിവ് കുറവാണ്. ഇതൊക്കെ ഞാൻ ദൈവത്തെ ഡിഗ്രേഡ് ചെയ്യല്ല ചെയ്യുന്നത്, ഞാൻ ദൈവത്തിന്റെ ലോയെ മാഗ്നിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ എറ്റേണിറ്റി മാഗ്നിഫൈ ചെയ്യാണ്. അവന്റെ ഹോളിനെസ്സിനെ ഞാൻ മാഗ്നിഫൈ ചെയ്യാണ്. അവന്റെ ഒബീഡിയൻസിനെ ഞാൻ മാഗ്നിഫൈ ചെയ്യാണ്. അവന്റെ ഫെയ്ത്ത്ഫുൾനെസ്സിനെ ഞാൻ മാഗ്നിഫൈ ചെയ്യാണ്. തന്റെ പുത്രനെ പോലും കൊടുത്തുകൊണ്ടാണ് തന്റെ നീതി അവൻ നിലനിർത്തിയത്. അപ്പോൾ ഇങ്ങനെ സംബന്ധിച്ച് വരുന്ന സമയത്ത് ഇന്ന് അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ് അറൌണ്ട് 8 o'clock ഇറാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാഖ്ചി ഇന്ന് വൈകിട്ട് പാകിസ്ഥാനിൽ നെഗോഷിയേഷന് വേണ്ടി ഓൾറെഡി പുറപ്പെട്ടു വന്നു. ഇതുവരെയും വരില്ല എന്ന് പറഞ്ഞു തന്നു. ശരിയായ ആയുധം കണ്ടപ്പോൾ ഞാൻ അവിടെ പറഞ്ഞല്ലോ, ഇറാനിൽ ഇപ്പോൾ IRGCയും പൊളിറ്റിക്കൽ ബ്യൂറോ തമ്മിൽ നല്ല ഉടക്കിലാണ്, സ്പ്ലിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ബ്യൂറോ അടങ്ങുന്ന അവിടുത്തെ പാർലമെന്റ് ലീഡർ, അതുപോലെ തന്നെ ഫോറിൻ മിനിസ്റ്റർ, ഇവർക്കൊക്കെ തന്നെ ഈ ഒരു നെഗോഷിയേഷനിൽ കൊണ്ടുവന്ന് ഇറാനിലെ സാധാരണ ആൾക്കാരെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ IRGCയുടെ വിഷൻ എന്താണ്? വേൾഡ് ഇസ്ലാമൈസേഷൻ. പേര് തന്നെ ഇസ്ലാമിക് റവല്യൂഷൻ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അവരിതിന് കീഴടങ്ങുന്നവരല്ല. ഇനി ഇന്ന് ഇപ്പൊ നാളെ നടക്കാൻ പോകുന്ന കാര്യം, മറ്റന്നാൾ നടക്കാൻ പോകുന്ന കാര്യം, അതാ പൊളിറ്റിക്കൽ ബ്യൂറോ ഫോറിൻ മിനിസ്റ്റർ വന്ന് അമേരിക്ക പറയുന്ന കണ്ടീഷനിൽ സൈൻ ചെയ്താൽ തന്നെയും ഇറാൻ മാറിപ്പോകാൻ പോകുന്നില്ല. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് റഷ്യയോട് കൂടെ ഇറാനും കൂടെ ചേർന്ന് ഇസ്രായേലിനെതിരായിട്ട് വലിയ സൈന്യമായിട്ട് പുറപ്പെടുമെന്നാണ്. അവിടെയാണ് കൺക്ലൂഷൻ വരാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് വരെയുള്ള, ഇതിപ്പോൾ 24 ഏപ്രിൽ 2026 ഇന്ന് വൈകിട്ട് 8 മണി വരേക്കുള്ള കാര്യങ്ങളോട് അനുബന്ധിച്ചാണ് ഞാൻ Ezekiel 38 വേൾഡ് പൊളിറ്റിക്സ് ടുഡേ എന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. നാളെ നേരം വെളുക്കുമ്പോൾ എന്താവും നമുക്ക് അറിയാൻ സാധ്യമല്ല. അമേരിക്ക യുദ്ധത്തിലും ഇസ്രായേൽ അതിനേക്കാളും വാശിയേറിട്ട് അവരുടെ പ്ലാനുകളെല്ലാം അക്ലിംപ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല, പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് സീസ് ഫയർ കൊണ്ടുവന്ന് വെച്ചു എന്നുള്ള ചില വാശിയിലായിരിക്കുന്നത്. കാരണം അവരെയാണ് ആദ്യം മുടിച്ചു മാറ്റുന്നക്കണം ഇറാൻ പ്ലാൻ ചെയ്യുന്നത്. അതിനുശേഷം വളരെ ഈസിയാണ്. കത്തോലിക്കനാകട്ടെ, ക്രിസ്ത്യാനിറ്റി ഏറ്റവും കൂടുതലുള്ള കാത്തലിക്സ് ആണല്ലോ, നല്ലവണ്ണം മുട്ടുമടക്കിക്കോളും. ഇത്തരം ആൾക്കാരെ എനിക്ക് നല്ലവണ്ണം പരിചയമുണ്ട്. അറബ് കൺട്രീസിലെല്ലാം കാത്തലിക്സ് എന്ന് പറയുന്ന കാത്തലിക്സ് എന്ന് പറയുന്നവർക്ക് മുസ്ലിമായിട്ട് കൺവേർട്ട് ആകുന്നതിൻ്റെ വല്ല വാർത്തകൾ നമുക്കറിയാം. ബൈബിളിൽ തന്നെ ചില വാക്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് ചില ലീഫ്ലെറ്റുകൾ കൊണ്ടു കൊടുക്കുമ്പോൾ ഓക്കെ അതിനാണ് ഞങ്ങൾ ശബ്ദം ഉയർത്തുന്നത്. ഒരു അറ്റോൺമെന്റ് കൂടാതെ മനുഷ്യജാതിയിൽ കടന്നുവന്ന പാപത്തിന് ശിക്ഷ ക്ഷമിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. അങ്ങനെ ഒരു പ്രവൃത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ബൈബിൾ വിളിച്ചു പറയുന്നത് നമ്മുടെ ഇന്റലക്ട് സമ്മതിക്കുന്നതും രക്ഷിക്കപ്പെടും വേറൊരുത്തനുമില്ല, ആകാശത്തെ കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട വേറൊരു നാമമില്ല, നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം. ബിക്കോസ് ഹി ഈസ് ദ ഓൺലി വൺ അറ്റോൺഡ് ഫോർ ദ സിൻ. ഇത് ഞാൻ ബൈബിൾ വാക്യങ്ങളൊന്നും കോട്ട് ചെയ്തില്ല. നിങ്ങളുടെ ഇന്റലക്റ്റിന് മനസ്സിലാകത്തക്ക വേണം, നിങ്ങളുടെ ഇന്റലക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറഞ്ഞ യുക്തിക്ക് നിരക്കത്തക്കവണ്ണ ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു പക്ഷെ നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് വലിയ ഭാവനകളുണ്ടായിരിക്കാം. ദൈവത്തിന്റെ സ്വേച്ഛാധികാരത്തിലെല്ലാം നടത്തുന്നു. നോ നോ നോ, ദൈവ സ്വേച്ഛാധികാരത്തിലല്ല നടത്തുന്നത്. അവന്റെ ഹൃദയത്തിൽ എഴുതപ്പെട്ട ലോക്ക് അനുസരിച്ച് കൊണ്ടാണ് നടത്തുന്നത്. ആ ലോ തെറ്റിപ്പാനോ സാധ്യമല്ല. തെറ്റിച്ചാൽ പിന്നെ അവൻ ദൈവമല്ല. നിങ്ങൾക്ക് അല്പം കഠിനമായിട്ടൊക്കെ തോന്നും, പക്ഷെ ദിസ് ഇസ് ദ ട്രൂത്ത്. അതുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പേര് കെട്ടവരാണെങ്കിൽ തന്നെയും അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ ക്രിസ്ത്യാനികളുടെ സുവിശേഷമല്ല പറഞ്ഞത്. മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ആ വലിയ പ്രായശ്ചിത്തത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഇൻ്റലക്റ്റിൽ നിരക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഒരു നിർബന്ധമില്ല. ഡിവൈൻ ഗവൺമെൻറ് നിലനിൽക്കുന്നത് മോറൽ ലോയിലാണ്. മോറൽ ലോയിൽ ഇൻഫ്ലുവൻസ് കൊടുക്കാനല്ലാതെ മറ്റ് റിലീജിയൻസ് പറയുന്നത് പോലെ ഫിസിക്കൽ ഒരു കമ്പൽ ചെയ്ത് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ സാധ്യമല്ല. ശാരീരികമായിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ആവും, ഹൃദയം കൊണ്ട് കൺവേർട്ട് ചെയ്യാൻ സാധ്യമല്ല. അതാണ് മോറൽ ലോയുടെ ഗ്രേറ്റ്നസ്.
മോറൽ ഏജന്റ് ആയിരിക്കുന്ന, അതായത് സ്വതന്ത്ര മനസ്സിന് ഉടമയായിരിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് പ്രേരണ തന്നുകൊണ്ട് ദിസ് ഇസ് ദ ട്രൂത്ത്, ദിസ് ഇസ് ദ ട്രൂത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ സൃഷ്ടിതാവായ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയ രക്ഷാമാർഗം ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുവാനല്ലാതെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യ ഞങ്ങളോട് വേണ്ടി നിങ്ങൾക്ക് എതിർക്കാം, എന്നാൽ ദൈവത്തോട് എതിർപ്പം നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം അവൻ നിങ്ങളുടെ പരമാധികാരിയാണ്. അതേ സമയത്ത് നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്ന ആ പ്രാണന്റെ ഉടയവനും കൂടെയാണ്. അവന്റെ മുമ്പിൽ നിങ്ങൾക്ക് എതിർക്കാൻ സാധ്യമല്ല. One day you will acknowledge Jesus Christ is the Lord. If you do it now, it will be well for you. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം. നിന്റെ സത്യമാനവജാതിയിലേക്ക് കടന്നു ചെല്ലട്ടെ കർത്താവേ. ഈ മതത്തെക്കുറിച്ചല്ല പ്രസംഗിച്ചത്, ഈ മാനവജാതിക്ക് വേണ്ടി നീ ഒരുക്കിയ രക്ഷാമാർഗം എന്താണെന്ന്, നീ സൗജന്യമായി നീതീകരിക്കുവാൻ തക്ക വേണം നിന്റെ പുത്രനെ നൽകിയ സ്നേഹത്തെ മാത്രം പ്രസംഗിച്ചു നിനക്ക് പ്രസാദമുള്ള ജീവിതത്തിലേക്ക് കടത്തിയാട്ടെ കർത്താവ്. അംഗീകരിപ്പാൻ തക്ക വേണം നീ അവിടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ക്രൂശിനെ കയറ്റുന്നു. ഇസ്രായേലിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവ്. മാനവജാതി നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.